തിരികെ വാർത്തയിലേക്ക്, വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ഇറാന് ശക്തമായ മുന്നറിയിപ്പുമായി ട്രംപ്. ഇന്ന് രാത്രി കൊണ്ട് ഇറാൻ സമ്പൂർണ്ണ നാശത്തിലേക്ക് എന്ന് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ്. ഇനി ഒരിക്കലും ഇറാന് തിരിച്ചുവരവില്ല. 47 വർഷമായി തുടരുന്ന അഴിമതിക്കും ദുർഭരണത്തിനും അന്ത്യമാവുകയാണ്. ഇറാനിലെ ജനങ്ങളെ ദൈവം രക്ഷിക്കട്ടെ എന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ പറയുന്നു. വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചിരികൻ. ഐസൻ, ഇന്ന് രാത്രി കൊണ്ട് ഇറാനെ തീർത്ത് കളയും എന്നുള്ള ഒരു ഭീഷണി തന്നെയാണ് ട്രംപിന്റെ ഭാഗത്തിനും ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ട്രംപ് വ്യക്തമാക്കുന്നത്, വിശദീകരിക്കുന്നത്? സുരേഷ്, ട്രംപിന്റെ സമൂഹമാധ്യമ പോസ്റ്റിലെ ട്രൂത്ത് സമൂഹമാധ്യമ പോസ്റ്റിലെ ഏറ്റവും നിർണായകമായ ഒരു പോസ്റ്റാണ് ഇത്തരത്തിലൊരു കൃത്യമായ സൂചന നൽകുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കൃത്യമായ മുന്നറിയിപ്പിന്റെ തന്നെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നത്. ഒരു സംസ്കാരം മുഴുവൻ ഇന്ന് രാത്രി തകർന്നടിയും, അത് ഇനി തിരിച്ചു വരികയേ ഇല്ല എന്ന ആദ്യ വരിയിലൂടെയാണ് ഈ സമൂഹമാധ്യമത്തിലെ പോസ്റ്റ് ആരംഭിക്കുന്നത് തന്നെ. പക്ഷേ അത്തരത്തിലൊരു നീക്കം അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതുണ്ടായേക്കും എന്നൊരു സാഹചര്യം തന്നെയാണുള്ളത്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ ആ ഒരു ഭരണകൂടത്തിൻ്റെ സമ്പൂർണ്ണമായൊരു മാറ്റം തന്നെ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് ഉണ്ടാകുന്നത്. അത് ഇത്തരത്തിലുള്ള ഭീകരതയിലേക്ക് വഴിമാറി ചിന്തിക്കുന്ന അത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഇല്ലാതാകുന്ന ഒരു അത്ഭുതകരമായ സംഭവം ഉണ്ടാകും. അത് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. മാത്രമല്ല, ഇന്ന് രാത്രി അതെല്ലാം തന്നെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടാവും. 47 വർഷങ്ങളായി തുടരുന്ന അഴിമതിക്കും അതുപോലെ തന്നെ കൂട്ടമരണങ്ങൾക്കും ഒരു അന്ത്യമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മഹത്തായ ഇറാനിലെ ജനങ്ങൾക്ക് നല്ലത് വരട്ടെ എന്നൊരു നിലപാടാണ് സമൂഹമാധ്യമത്തിൽ അദ്ദേഹം വിശദമായി എഴുതിയിരിക്കുന്നത്. ഇതിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്, അന്ത്യശാസനം നൽകിയത് 48 മണിക്കൂറിന് ഇന്ന് രാത്രിയോടെ ഈ ഹോർമുസിലെ തടസ്സങ്ങൾ നീക്കുകയും സമാധാന ധാരണയിൽ എത്തുകയും ചെയ്തില്ലെങ്കിൽ കടുത്ത നടപടി. ഇവിടെ ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന ധാരണകളൊക്കെയും തള്ളിക്കളയുന്നൊരു സമീപനമാണ് ഇറാൻ സ്വീകരിച്ചത്. അതുകൂടാതെ ഇറാൻ അമേരിക്കയും ഇസ്രയേലിനും മേൽ പ്രകോപനമുണ്ടാകുന്നു, GCC രാഷ്ട്രങ്ങൾക്ക് മേൽ ആക്രമണം നടത്തുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഇത്തരത്തിലുള്ള ഒരു കർക്കശമായ മുന്നറിയിപ്പ് ഏറെ ശ്രദ്ധേയമാകുന്നത്, അല്ലേ? തീർച്ചയായും ഈ സാഹചര്യത്തിൽ തന്നെയാണ്, അതായത് 2 ദിവസങ്ങളായി തുടരുന്ന ഒരു പുകഞ്ഞ അവസ്ഥയുണ്ടായിരുന്നു. കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്നൊരു സ്വഭാവം, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് ട്രംപിൻ്റെ ഓരോ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചിരുന്നു. അതിൻ്റെ ഒരു അന്തിമമായ സ്വഭാവമായിരുന്നു ഇന്ന് രാവിലെ ഉണ്ടായതും അത് അത്തരത്തിലുള്ളൊരു നീക്കം തന്നെയാണ് ഉണ്ടാവുക എന്ന് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. പൂർണ്ണമായും നശിപ്പിക്കാൻ സാധിക്കും, 4 മണിക്കൂർ കൊണ്ട് ഇറാനെ ഇല്ലാതാക്കാൻ സാധിക്കും, ഇറാനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കും. അതേസമയം ചർച്ചകൾക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇറാൻ്റെ വൈദ്യുതോൽപാദന കേന്ദ്രങ്ങൾ തകർക്കുമെന്ന രീതിയിലൊക്കെയുള്ള അതിശക്തമായ ഭാഷയിൽ തന്നെയാണ് ട്രംപിൻ്റെ ഒരു വാർത്താ സമ്മേളനത്തിലെ ഒരു നിലപാട്, ഒരു ചോദ്യത്തിന് കൃത്യമായ മറുപടിയായി വന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പോസ്റ്റ് വന്നിരിക്കുന്നത്. ഈ അന്ത്യശാസനം മണിക്കൂറുകൾക്കകം അവസാനിക്കാനിരിക്കുമ്പോൾ അതിശക്തമായ ആക്രമണം ഇറാനിൽ നടക്കുമെന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, 10 സമാധാന നിർദ്ദേശങ്ങളുമായി ഇറാൻ മുന്നോട്ട് വരികയും ചെയ്തിരുന്നു. അതിൽ പ്രധാനമായും പറഞ്ഞത് ശാശ്വതമായി യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ ഉണ്ടാകണം, അതുപോലെ തന്നെ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഇറാൻ്റെ പ്രോക്സികളെ ആക്രമിക്കുന്ന നീക്കങ്ങളിൽ നിന്നും ഒഴിവാവണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, അത് ഭാരതത്തെ പോലും ബാധിച്ചേക്കാവുന്ന ഒരു വിഷയമായി വരുന്നത്, $2 ദശലക്ഷം ഒരു കപ്പൽ കടന്നു പോകുന്നതിനെ ഫീസായി ഈടാക്കുമെന്നൊരു നിലപാടാണ്. അത്തരത്തിലുള്ള ഹോർമുസിലൂടെ കടന്നു പോകുന്നതിനെ ഫീസായി ഈടാക്കുമെന്നൊക്കെയാണ് അത്തരത്തിലുള്ള 10 നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ആ നിർദ്ദേശങ്ങൾ മധ്യസ്ഥ രാജ്യം വഴി കൃത്യമായി അമേരിക്കയിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ കൂടി ഇസ്രായേൽ അമേരിക്ക ഇറാൻ സംഘർഷം ഒഴിവാക്കുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗമായി അതിനെ കണക്കാക്കിയിരുന്നുവെങ്കിൽ കൂടി നിലവിലെ സാഹചര്യത്തിൽ അത് അംഗീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ സമൂഹമാധ്യമ പോസ്റ്റിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമ്പൂർണ്ണമായ ഭരണകൂടത്തിൻ്റെ ഒരു മാറ്റം, അതായത് ആ റെജിം ചേഞ്ച്, ഇസ്ലാമിക ഭരണകൂടം പൂർണ്ണമായി മാറാനുള്ളൊരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്ന രീതിയിൽ അതിശക്തമായ ഒരു ആക്രമണത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് ഇപ്പോൾ ഈ സമൂഹ മാധ്യമ കുറിപ്പിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഈ 47 വർഷത്തെ ദുർഭരണത്തിന് അന്ത്യമാകുന്നു എന്ന് ട്രംപ് പറഞ്ഞു വെക്കുന്നതോടൊപ്പം ഇറാൻ ജനതയെ ദൈവം രക്ഷിക്കട്ടെ എന്നും ട്രംപ് പറഞ്ഞു വെക്കുമ്പോൾ ജനവാസ മേഖലയിലേക്കടക്കം ആക്രമണം കടുപ്പിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പും ആ വാക്കുകൾ നമുക്ക് വായിച്ചെടുക്കാമോ? തീർച്ചയായും ജനവാസ മേഖലകളിലേക്ക് എന്നതിനപ്പുറം ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്ന് വന്ന ചില നിലപാടുകളുണ്ട്. അതായത് യുവാക്കളെല്ലാം ചേർന്ന് ഈ വൈദ്യുതോൽപാദന കേന്ദ്രങ്ങളെയും അതുപോലെ തന്നെ ഊർജ്ജോൽപാദന കേന്ദ്രങ്ങളെയും സംരക്ഷിക്കുന്ന മനുഷ്യമതിൽ സൃഷ്ടിക്കുമെന്നൊരു നിലപാടൊക്കെ ഇറാൻ ഭരണകൂടം അറിയിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്രയും കടുത്തൊരു ഭാഷ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് വലിയൊരു ആക്രമണം ഉണ്ടാകുമ്പോൾ ഇറാൻ്റെ ജനതയെ ദൈവം രക്ഷിക്കട്ടെ എന്നൊരു നിലപാടാണ്. തീർച്ചയായും ഇത്തരത്തിലൊരു നിലപാടിൽ നിന്നും നമുക്ക് കൃത്യമായും അറിയാൻ സാധിക്കുന്നത്, ഇത്തരത്തിലൊരു അതിശക്തമായ
അതിശക്തമായ ആക്രമണം തന്നെ നടക്കും, വൈദ്യുത ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നടക്കുമെന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതേസമയം ഇറാൻ്റെ ഭാഗത്തു നിന്നും വരുന്ന ചില വിശദീകരണങ്ങളും വായിക്കുമ്പോൾ ഖർഗ് ദ്വീപിലെല്ലാം തന്നെ ആക്രമണം നടത്തിയെന്ന് തന്നെ പറയുന്നുണ്ട്. അതായത് നമുക്കറിയാവുന്നതാണ്, ഇറാൻ്റെ എണ്ണ ശുദ്ധീകരണ സംഭരണത്തിൻ്റെയും എല്ലാം ഒരു ഹബ്ബായി പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ഖർഗ് ദ്വീപ്. ഖർഗ് ദ്വീപിൽ ആക്രമണം നടത്തി എന്ന് ഇറാൻ പറയുന്നുണ്ട്. എന്നാൽ അത് സംബന്ധിച്ചൊരു വിശദീകരണം ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അമേരിക്കയുടെയോ ഇസ്രയേലിൻ്റെയോ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി ഉണ്ടായിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എന്തുതന്നെയായാലും അതിശക്തമായ ഒരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് കൃത്യമായൊരു മുന്നറിയിപ്പ് തന്നെയാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യം, നിലവിലെ സാഹചര്യം അതിസങ്കീർണമായ മണിക്കൂറുകളിലൂടെ കടന്നു പോകുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അതേസമയം പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് പറയുന്ന ട്രംപിൻ്റെ ഒരു വാക്ക് മാത്രമാണ്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഈ സമൂഹ മാധ്യമ പോസ്റ്റിൽ തന്നെ, അല്ലെങ്കിൽ ദി ട്രൂത്തിലെ പോസ്റ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്, അത്തരമൊരു സംഭവങ്ങൾ ഉണ്ടാകാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല, ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ തന്നെയാണ് താല്പര്യപ്പെടുന്നത് എന്നൊരു നിലപാട് അറിയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യം അത് ഈ സമൂഹ മാധ്യമ പോസ്റ്റിൽ തന്നെ, ഇപ്പോൾ അതിശക്തമായ മുന്നറിയിപ്പ് നൽകുന്ന അതേ പോസ്റ്റിൽ തന്നെ അക്കാര്യവും എഴുതിയിട്ടുണ്ട്. അതുമാത്രമാണ് ലോകത്തിന് പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം. അങ്ങനെ ഒരു പ്രതീക്ഷ നൽകുന്ന ഘടകം ഇല്ലാതാവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്ന സാഹചര്യം ഉണ്ടാകും, വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടാകും. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സംസ്കാരം മുഴുവൻ തകർത്തെറിയുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ സമ്പൂർണ്ണ നാശം ഇറാനെ വരുത്തുന്ന രീതിയിലുള്ള അതിശക്തമായ ആക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ട്രംപ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇറാന് ശക്തമായ മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. ഇന്ന് രാത്രി കൊണ്ട് ഇറാൻ സമ്പൂർണ്ണ നാശത്തിലേക്ക് എത്തുമെന്നാണ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്.